ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് എങ്ങനെ മുരിങ്ങയില താളിച്ചെടുക്കാം എന്നുള്ളതാണ്. അതിനായി ചെറിയുള്ളി, വറ്റൽമുളക്, പിന്നീട് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക്, അതുകൂടാതെ കഞ്ഞിവെള്ളം, പിന്നെ വൃത്തിയായി എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അത് നുള്ളിയെടുത്ത് വൃത്തിയായി കഴുകി എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാനോ ചീഞ്ചട്ടിയോ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് 2 സ്പൂൺ കടുക് ഇടുക. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം, മുഴുവനായും പൊട്ടിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അതിലേക്ക് വറ്റൽമുളക് മുറിച്ചിടുക. വറ്റൽമുളക് ഒരുവിധം പാകമായാൽ ചെറിയുള്ളി അരിഞ്ഞു വെച്ചതിടാം. 10 ചെറിയുള്ളിയെങ്കിലും നമ്മൾ ഇതിലേക്കായിട്ട് എടുക്കണം. അത് ആദ്യമേ മുറിച്ച് വെച്ചേക്കുക. അത് നല്ലതുപോലെ വേവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒരുവിധമായാൽ നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് പച്ചമുളക് മുറിച്ച് വെച്ചത് വട്ടത്തിൽ മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം നമുക്കത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വാടി വരുന്നത് വരെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളകും ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് 1 നുള്ള് ഉലുവാപ്പൊടിയും 1 നുള്ള് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില താളുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങയില പെട്ടെന്ന് തന്നെ താളി വരുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. പെട്ടെന്ന് തന്നെ എന്താവും, അത് നമ്മൾ പാത്രം നിറച്ചും ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് താളി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1 കപ്പ് കഞ്ഞിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രമാത്രം മതിയാവും, കൂടുതലാവണ്ട. കഞ്ഞിവെള്ളവും മുരിങ്ങയിലയും മിക്സ് ആവുന്നതിന് വേണ്ടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചോറിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.